മഹിമയുടെ നിറദീപമായ സയ്യിദ് ഹാഷിം തങ്ങൾ ബൽ ഫഖീഹ് ഹബീബ് കോയ തങ്ങൾ റളിയല്ലാഹു അൻഹു കേരളത്തിന്റെ ആത്മീയ ചരിത്രത്തിൽ പ്രകാശഗോപുരമായി നിലകൊള്ളുന്ന മഹാത്മാവാണ്. തലക്കടത്തൂർ ഓവുങ്ങൽ പാറാൾ പള്ളിക്ക് സമീപം അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് ഹാഷിം തങ്ങൾ ബൽ ഫഖീഹ് ഹബീബ് കോയ തങ്ങൾ റളിയല്ലാഹു അൻഹു പുണ്യനഗരമായ മദീനയുടെ പവിത്രമായ പാരമ്പര്യം പേറുന്ന ബൽ ഫഖീഹ് കബീലയിൽ കുടുംബത്തിൽ പിറന്ന ഈ മഹാൻ തന്റെ ജീവിതം കൊണ്ട് ഭക്തിയുടെയും കറാമത്തിന്റെയും ഉജ്ജ്വലമായ അധ്യായങ്ങൾ രചിച്ചു. ബൽ ഫഖീഹ് തങ്ങളുടെ പിതാവ് മദീനയിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന സയ്യിദ് അബ്ദുള്ള ബൽ ഫഖീഹ് ആയിരുന്നു. മാതാവ് കണ്ണൂരിലെ ഇരിക്കൂറിലെ പ്രശസ്തമായ കുന്നുമ്മൽ സയ്യിദ് തറവാട്ടിലെ അംഗവും ഈ പുണ്യ ബന്ധത്തിൽ സയ്യിദ് ഹബീബ് ബൽ ഫഖീഹ് തങ്ങൾ പൂജാതനായി. എന്നാൽ ബാല്യകാലത്തു തന്നെ മാതാവ് ലോകം വെടിഞ്ഞു. ഈ ദുഃഖത്തിൽ പിതാവ് മദീനയിലേക്ക് മടങ്ങുകയും അവിടെ വെച്ച് വഫാത്താവുകയും ചെയ്തു. തുടർന്ന് തങ്ങൾ മാതൃക കുടുംബത്തിന്റെ സംരക്ഷണയിൽ കുന്നുമ്മൽ തറവാട്ടിലായിരുന്നു ബാല്യം കഴിച്ചു കൂട്ടിയത്. പിതാവിന്റെ മുൻ ഭാര്യയിൽ ജനിച്ച ജ്യേഷ്ഠ സഹോദരൻ സയ്യിദ് ഹാഷിം ബൽ ഫഖീഹ് കണ്ണില്ലാ തങ്ങൾ വേങ്ങര പാറോൾ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അദ്ദേഹത്തിനെ കണ്ടെത്തിയതോടെ തങ്ങൾ സഹോദരനൊപ്പം താമസം ആരംഭിച്ചു. ജ്യേഷ്ഠ സഹോദരന്റെ താല്പര്യപ്രകാരം 18-ാം വയസ്സിൽ മഹാനവറുകൾ തലക്കടത്തൂരിൽ പഴയ ജുമാഅത്ത് പള്ളിയിലെ പ്രസിദ്ധമായ ദർസിൽ ചേർന്നു. അവിടത്തെ ഗുരു സൂഫി വര്യനും മഹാപണ്ഡിതനുമായിരുന്ന കുറ്റൂർ കമ്മുണ്ണി മുസ്ലിയാർ ആയിരുന്നു ഗുരുവിന്റെ അരുമ ശിഷ്യനായി മാറിയ തങ്ങളുടെ ശ്രേഷ്ഠത. പഠനകാലത്തു തന്നെ ഉസ്താദ് തിരിച്ചറിഞ്ഞിരുന്നു അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം സിദ്ധിച്ച മഹാനായിരുന്നു തങ്ങൾ എന്ന്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പല അത്ഭുത സംഭവങ്ങളും വെളിച്ചപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ ഉസ്താദ് കമ്മുണ്ണി മുസ്ലിയാർ ദർസിന്റെ ചുമതല തങ്ങളെ ഏൽപ്പിച്ചു നാട്ടിലേക്ക് പോയി. അന്ന് അർദ്ധരാത്രിയിൽ ഉസ്താദ് പുഴയിൽ അപകടത്തിൽപ്പെട്ടതായി തങ്ങൾ സ്വപ്നം കണ്ടു. ഉടൻ തന്നെ സഹപാഠികളെ വിളിച്ചുണർത്തി രക്ഷക്കായി കൂട്ടപ്രാർത്ഥന നടത്താൻ നിർദ്ദേശിച്ചു. പിറ്റേ ദിവസം ഒരു പോറൽ പോലും ഏൽക്കാതെ ഉസ്താദ് തിരിച്ചെത്തി. തലേനാൾ സംഭവിച്ച അപകടത്തിൽപ്പെട്ട വിഷയങ്ങൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടതിനെ കുറിച്ച് അദ്ദേഹം ശിഷ്യരോട് വിവരിക്കുകയും തങ്ങളുടെ കറാമത്ത് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ഇത്തരം അത്ഭുത സിദ്ധികൾ വെളിവായതോടെ തങ്ങൾ നാട്ടുകാരുടെ പ്രിയങ്കരനായി. പ്രശ്നപരിഹാരത്തിനായി സമീപിക്കുന്നവർക്ക് തങ്ങളുടെ സമീപത്തുള്ള വസ്തുക്കൾ നിർദ്ദേശിക്കുമായിരുന്നുവെന്ന് അനുഭവസ്ഥൻ സാക്ഷ്യപ്പെടുത്തുന്നു. 1945 റബിയുൽ അവ്വൽ 7 മഹാനവറുകൾ യഹലോകവാസനം വെടിഞ്ഞു. തങ്ങളുടെ ഇഷ്ടജനങ്ങൾ ദാനമായി നൽകിയ വയലത്തൂർ തിരൂർ റോഡിനരികിൽ ഓവുങ്ങൽ പാറാൾ പള്ളിക്ക് സമീപമുള്ള പുണ്യഭൂമിയിലാണ് ജനാസ കബറടക്കിയത്. ഇന്നും ആയിരക്കണക്കിന് ആളുകൾ അനുഗ്രഹം തേടി ഈ മക്ബറയിലെത്തുന്നു. എല്ലാ വർഷവും റബിയുൽ അവ്വൽ 7 ആണ്ടു നേർച്ച ഭക്തിയോടും ആദരവോടും കൂടി നടത്തപ്പെടുന്നു. തങ്ങൾ ആകെ ഉണ്ടായിരുന്നത് സയ്യിദ് ഹാഷിം ബൽ ഫഖീഹ് മുത്തുക്കോയ തങ്ങൾ എന്ന ഏക മകനായിരുന്നു. അദ്ദേഹം കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായി. നിലവിൽ മകൻ സക്കീർ ഹുസൈൻ ബൽ ഫഖീഹാണ് മക്ബറ നടപ്പിന് നേതൃത്വം നൽകുന്നത്.